യൂത്ത് കോൺഗ്രസ് അമ്മയ്ക്ക് അത്യാവശ്യമുള്ള മരുന്ന് കഴിച്ചോ? ഒരു മണിക്കൂറിനുള്ളിൽ ഇവർക്ക് ആഹാരം കഴിക്കാതെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ബാങ്ക് അധികൃതർ എന്ത് ഒരു വീടിനകത്ത് ഒരു അമ്മയും മക്കളും അടങ്ങിയ കുടുംബത്തിനെ പുറത്താക്കി വീട് കൂട്ടി പോകുക എന്ന് പറയുന്നത് ഒരു തെമ്മാടിത്തരമാണ്. സ്കൂൾ വിട്ടു വന്ന വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ വേണ്ടി ആഹാരമില്ലാത്ത സാഹചര്യത്തിനകത്ത് വീട് കൂട്ടി പോയതാണ്, തെമ്മാടിത്തരമാണ്. അതിന് ഏത് കോർപ്പറേറ്റ് മുതലാളികൾ വന്നാലും ശരി തന്നെ ഈ നാട്ടിൽ അത്തരം കാര്യങ്ങൾ നിലനിൽക്കാൻ പോകുന്നില്ല. നമുക്ക് രാഷ്ട്രീയം മറന്നാണ് യൂത്ത് കോൺഗ്രസ് ആയാലും ഡിഫി ആയാലും ഇവിടെ മുന്നിട്ടിറങ്ങി ഈ അമ്മയ്ക്കുള്ള ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് ഒരുമിച്ച് നിൽക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ പൂട്ട് തുറന്നതിൽ കേസ് വരുമായിരിക്കും. എത്ര കേസ് വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ മനുഷ്യത്വമാണ്. ഈ അമ്മ മരണപ്പെട്ടിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയുന്നത്? ഇതാവണം രാഷ്ട്രീയം, ഇതാവണം രാഷ്ട്രീയ പ്രവർത്തകർ. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ കണ്ട മനോഹരമായ മനുഷ്യത്വപരമായ ഒരു കാഴ്ച. ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എല്ലാവരുടെ ഒത്തൊരുമിച്ച് ജപ്തി നടപടികളെ തുടർന്ന് വീടിന് പുറത്ത് കഴിയേണ്ടി വന്ന 5 സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണും. റിപ്പോർട്ടർ TV ആണ് തോന്നുന്നു ഇത് പുറത്ത് കൊണ്ടുവരുന്നത്. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ആണ് ഈ ഒരു സംഭവം. 5 സ്ത്രീകൾ, അതായത് 2 സ്കൂൾ കുട്ടികളടക്കം 5 സ്ത്രീകൾ അവര് കഴിഞ്ഞ ദിവസം വീടിന് പുറത്ത് രാത്രിയിൽ പുറത്ത് കഴിയേണ്ട അവസ്ഥ വന്നു. അതായത് സ്വകാര്യ ബാങ്ക് അധികൃതർ വന്ന് ഈ വീട് ജപ്തി ചെയ്ത് വീട് പൂട്ടിപ്പോകുന്ന ഒരു കാഴ്ച. റിപ്പോർട്ടർ TV വാർത്ത പുറത്തു കൊണ്ടുവന്നതോടുകൂടി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇടപെടുന്നത്. അദ്ദേഹം എത്രയാണോ ആ കുടുംബം അടയ്ക്കാനുള്ളത് ആ തുക അടയ്ക്കാമെന്ന് പറയുന്നു. എന്നിട്ടും ഈ ബാങ്ക് അധികൃതർ വീട് തുറന്നു കൊടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇതിനിടയ്ക്ക് ബാങ്ക് അധികൃതരെ റിപ്പോർട്ടറും അതുപോലെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കളും ഒക്കെ വിളിച്ചിട്ടും അവരെടുത്തില്ലെന്നും പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് പറയുന്നു അവര് ബാങ്ക് അധികൃതർ സുരേഷ് ഗോപി വിളിച്ചെന്നും അവർ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, ഉടൻ തന്നെ എത്തി തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞെന്നും പറയുന്നു. പക്ഷെ അത് താമസിക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം 5 സ്ത്രീകളും ആ രാത്രിയിൽ പുറത്ത് കഴിയേണ്ടി വരുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇത് നോക്കി നിൽക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ തയ്യാറായില്ല, അല്ലെങ്കിൽ യുവജന സംഘടനകൾ തയ്യാറായില്ല എന്നുള്ളത്. അവര് സ്വന്തം അമ്മയെ പോലെയാണ് അവിടുത്തെ ആ വീട്ടിലെ അമ്മയെ അവർ ചേർത്ത് പിടിച്ചത്. അത് ഞാൻ പറഞ്ഞു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി സംഘടനയല്ല, ഒരു യുവജന സംഘടനയല്ല, ഈ പറഞ്ഞ പോലെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഒറ്റക്കെട്ടായി അവർ നിന്നു എന്നുള്ളതാണ്. ആ അമ്മയും കുടുംബത്തെയും അവർ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ആ അമ്മ മരുന്ന് കഴിക്കുന്നതൊക്കെയാണ്, ആ മരുന്ന് കഴിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ആ ഭക്ഷണം ചെയ്തു കൊടുത്തു. രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ആ കുടുംബം. ഇതൊക്കെ ചെയ്തത് ആ യുവജന സംഘടനകളാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടർ TV അവരാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അവർക്കും വലിയൊരു പങ്കുണ്ട്. അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഇവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ മനുഷ്യത്വപരമായ ഒരു കാര്യം തന്നെയാണ്, നന്മയുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. ഇങ്ങനെ വേണം രാഷ്ട്രീയം, ഇങ്ങനെ വേണം രാഷ്ട്രീയ പ്രവർത്തനം. ശരിയല്ലേ? ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട കുടുംബത്തെ ചേർത്ത് പിടിച്ച ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാർക്കും യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടന്മാർക്കും അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം.